നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. സർക്കാരിന്റെ വരവും ചെലവും വ്യക്തമാക്കുന്ന നിർണായകമായ രേഖയായിരിക്കും ഈ ബഡ്ജറ്റ് അവതരണത്തിൽ ഉണ്ടാവുക. ലോക്സഭയിൽ കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നത് BJPയെ സംബന്ധിച്ച് വലിയ അഭിമാനമുണ്ടാക്കുന്ന കാര്യമാണ്. വർഷങ്ങളായുള്ള ശ്രമങ്ങളുടെ ഫലമായി തന്നെയാണ് BJP കേരളത്തിൽ അക്കൗണ്ട് തുറന്നത്. അത് തൃശ്ശൂരിൽ തന്നെ, ശക്തന്റെ മണ്ണിൽ. അതുകൊണ്ട് തന്നെ സമ്മാനമായിട്ട് കേരളത്തിന് എന്തൊക്കെ ലഭിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരള സർക്കാരും ജനങ്ങളും. മൂന്നാം മോദി സർക്കാരിന്റെ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പ്രതീക്ഷ തന്നെയാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. താഴെത്തട്ടിലുള്ളവർക്കും പ്രയോജനമാകുന്ന ബഡ്ജറ്റ് ആയിരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ധനമന്ത്രി ബാലഗോപാലും പിണറായി വിജയനും എന്തെങ്കിലും പ്രത്യേക സമ്മാനം ഉണ്ടാകുമോ എന്ന് ഒറ്റുനോക്കുകയാണ്. എല്ലാവരും ഒരു ആകാംക്ഷയുടെ മുൻമുന്നിലാണ് ഈ ബഡ്ജറ്റിനെ നോക്കിക്കാണുന്നത്. നരേന്ദ്രമോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറയുമ്പോഴും കേരളം പണം നൽകുന്നില്ല എന്ന് സംസ്ഥാനം ആരോപിക്കുമ്പോഴും കേന്ദ്രം കേരളത്തിന് നൽകിയത് 2 കേന്ദ്രമന്ത്രിമാരെയാണ്. ആവശ്യത്തിൽ കൂടുതൽ പണം കേന്ദ്രം കേരളത്തിന് നൽകിയതുമാണ്. അത് മാത്രമല്ല, 2 മന്ത്രിമാരിൽ ഒതുങ്ങില്ല എന്ന് ആവർത്തിച്ച് അടിവരയിട്ട് പറയുകയാണ് BJP നേതാക്കൾ. അതിന്റെ സൂചനയും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്ന് നോക്കിയിരിക്കുകയാണ് ബാലഗോപാൽ. കാരണം ബാലഗോപാൽ നിർമ്മല സീതാരാമനോട് പറഞ്ഞത് കേരളത്തിന്റെ അവസ്ഥ വലിയ പരിതാപകരമാണ്, അതുകൊണ്ട് തന്നെ പ്രത്യേകമായ ഒരു സാമ്പത്തിക പാക്കേജ് വേണം, 24 കോടി രൂപയുടെ ഒരു പ്രത്യേക സാമ്പത്തിക പാക്കേജ് ഉണ്ടെങ്കിൽ കേരളത്തിന് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ബാലഗോപാൽ പറയുകയുണ്ടായി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 5000 കോടി രൂപയുടെ വലിയൊരു പാക്കേജാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽപാത, റെയിൽവേ നവീകരണം, റബ്ബറിന്റെ താങ്ങുവില ഉയർത്തൽ, പരമ്പരാഗത മേഖലയുടെ നവീകരണം, തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനുള്ള സഹായം തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ വച്ചിരിക്കുന്നത്. അതെല്ലാം പരിഗണിക്കുമെന്ന വിശ്വാസത്തിലാണ് കേരളം ഇരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോട് സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന സർക്കാർ സുരേഷ് ഗോപിയോട് അപേക്ഷയും നൽകിയിട്ടുണ്ട്. വ്യക്തികൾ മുതൽ ബിസിനസ്സുകൾ വരെയുള്ള എല്ലാ പൗരന്മാരെയും ഇത് സ്വാധീനിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. സാമ്പത്തിക വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കും ഈ ബഡ്ജറ്റ് ഒരു ഊന്നൽ നൽകുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ബഡ്ജറ്റ് എങ്ങനെ പൊതുജനത്തെ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നതിലൂടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനും സാമ്പത്തിക മേഖലയിൽ മാറ്റങ്ങൾ തയ്യാറെടുക്കാനും എങ്ങനെ പ്രാപ്തരാക്കുമെന്നതാണ് ഈ ബഡ്ജറ്റ് വിലയിരുത്തുന്നത്. ജൂലൈ 22-ന് ആരംഭിച്ച പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം ഓഗസ്റ്റ് 12 വരെ തുടരും. ഇതിനു മുന്നോടിയായി രാജ്യത്തിന്റെ സാമ്പത്തിക ചിത്രത്തെക്കുറിച്ച് വിശദമായ വിലയിരുത്തലും വാഗ്ദാനം ചെയ്യുന്ന സാമ്പത്തിക സർവേ ധനമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആദായ നികുതി പ്രഖ്യാപനങ്ങൾ ഉൾപ്പെടെ കൃഷിയും ഗ്രാമവികസനവും സാമൂഹ്യക്ഷേമ അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഇനി ചടുലമായ നീക്കങ്ങൾ എന്താണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് ഓരോ വിഹിതങ്ങളും ഇനി മാറ്റിവെക്കുകയുണ്ടാകും. ഡിജിറ്റൽ സംരംഭങ്ങളിലൂടെ കൂടുതൽ മെഡിക്കൽ കോളേജുകൾ സ്ഥാപിക്കാനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്താനും സർക്കാർ സാധ്യതയുണ്ട്. ഇത് പൊതുജനങ്ങൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുമെന്നതിൽ വ്യക്തമാണ്. റോഡുകൾ, റെയിൽവേ, നഗരവികസനം എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യ മേഖലയിൽ വൻതോതിലുള്ള നിക്ഷേപം നടത്തുക വഴി തൊഴിലവസരങ്ങൾ വലിയ തോതിൽ സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, വലിയ തോതിൽ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും കേന്ദ്രം ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. പുനരുപയോഗ ഊർജം, ഹരിത പദ്ധതികൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സുസ്ഥിര വികസനത്തിന് സംഭാവന നൽകാൻ ഈ ബഡ്ജറ്റിലൂടെ സാധിക്കുമെന്നത് വ്യക്തമാണ്. എന്തായാലും കേരളത്തെ കേന്ദ്രം കൈവിടില്ല എന്നത് ഉറപ്പാണ്.